ബാജിറാവോ മസ്താനി എന്ന സിനിമയിൽ കണ്ടതിനും അപ്പുറമായിരുന്നു ബാജിറാവോ. ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ബാജിറാവോയുടെ പ്രണയമായിരുന്നു കൂടുതലും. എന്നാൽ അതല്ല ബാജിറാവോയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പറയേണ്ടത് ബാജിറാവോ എന്ന യോദ്ധാവിനെക്കുറിച്ചും പേഷ്വയെക്കുറിച്ചുമാണ് പറയേണ്ടത്. കാരണം മറ്റാർക്കും ഇല്ലാത്ത പല പ്രത്യേകതകളും ഈ ഒരു മനുഷ്യനുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ പോരാടിയ പോരാട്ടങ്ങളിൽ ഇദ്ദേഹത്തിന് തോൽവിയില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ബാജിറാവോ എന്ന പേഷ്വയെയും ബാജിറാവോ എന്ന യുദ്ധവീരനെയും ആ യുദ്ധവീരൻ്റെ യുദ്ധമുറകളെയുമാണ്. നമുക്ക് നോക്കാം ബാജിറാവോയെക്കുറിച്ച്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. മറാഠ സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദമാണ് പേഷ്വ. 1720 ഏപ്രിൽ 2 എന്ന തീയതിയിൽ ഛത്രപതി ഷാഹു മഹാരാജിൻ്റെ പേഷ്വയായിട്ടുള്ള ബാലാജി വിശ്വനാഥ് അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ ബാലാജി വിശ്വനാഥിന് ശേഷം ഇനി ആരായിരിക്കും പേഷ്വ എന്നൊരു ചോദ്യം അവിടെ ഉയരുകയുണ്ടായി. അന്നുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും ബാലാജി വിശ്വനാഥിൻ്റെ പുത്രനെ പേഷ്വയാക്കുന്നതിൽ കുറച്ച് എതിർപ്പ് കാണിച്ചിരുന്നു. കാരണം പുത്രന് വെറും 20 വയസ്സായിരുന്നു. ആ 20 വയസ്സുള്ള പുത്രനായിരുന്നു ബാജിറാവോ. പക്ഷേ ഛത്രപതി ഷാഹു മഹാരാജിന് പേഷ്വയായിരുന്ന ബാലാജി വിശ്വനാഥിനോടുണ്ടായിരുന്ന ബഹുമാനത്തിൻ്റെ പുറത്തും വിശ്വാസത്തിൻ്റെ പുറത്തും അദ്ദേഹം ബാജിറാവോയെ തന്നെ പ്രധാനമന്ത്രിയായി നിയമിച്ചു, അതായത് പേഷ്വയായി നിയമിച്ചു. 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഭരണത്തിന് കയറിയിട്ട് എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന പല ആളുകൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ ചിന്തയുണ്ടായ അത്ര പേരെയും അത്ഭുതപ്പെടുത്തുന്നത് പോലത്തെ ഒരു ഭരണമായിരുന്നു പേഷ്വ കാഴ്ചവെച്ചത്. കാരണം ഈ പേഷ്വയുടെ കീഴിലാണ് മറാഠ സാമ്രാജ്യം ഒരുപാട് പടർന്നു പന്തലിച്ചതെന്ന് വേണേൽ നമുക്ക് പറയാം. പേഷ്വ ബാജിറാവോ ഭരണത്തിന് കയറിയപ്പോൾ ഒറ്റയ്ക്കല്ലായിരുന്നു, കൂടെ തന്നെക്കാട്ടിയും 2 വയസ്സ് ഇളയവനായ തൻ്റെ അനുജൻ ചിംനാജിയെയും കൂടെ കൂട്ടിയായിരുന്നു. ഭരണത്തിൻ്റെ കാര്യത്തിലും സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ കാര്യത്തിലുമെല്ലാം ബാജിറാവോയുടെയും ചിംനാജിയുടെയും ഈ ഒരു കോമ്പിനേഷൻ അത് ഗംഭീരമായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് എല്ലാവരും വാഴ്ന്നു തുടങ്ങി. എന്തെന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ഒരു നല്ല പരസ്പര ധാരണയുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ മനസ്സിൽ കാണുന്നത് അനിയൻ ചെയ്യും, അനിയൻ പറയുന്ന കാര്യങ്ങൾ ചേട്ടന് മനസ്സിലാവുകയും ചെയ്യും. അത്രത്തോളം ഒരു നല്ല ബന്ധമായിരുന്നു. പലവരും ഇവരുടെ ബന്ധത്തിനെ രാമലക്ഷ്മണന്മാരുടെ ബന്ധത്തിന് തുല്യമായിട്ടുള്ളൊരു ബന്ധമായിട്ട് വരെ തോന്നിയിരുന്നു. അത്രയ്ക്ക് ഒരു കോർഡിനേഷൻ ഇവർക്കിടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണം നല്ലതുപോലെ പൊക്കോണ്ടിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും സാധാ ഭരണാധികാരികൾ മാത്രമല്ലായിരുന്നു, നല്ല അത്യുഗ്രൻ പടയാളികളുമായിരുന്നു, പടത്തലവന്മാരുമായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ബാജിറാവോയെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബാജിറാവോ മസ്താനി എന്ന സിനിമയിൽ നമ്മൾ കൂടുതലും ബാജിറാവോയുടെ ആ ഒരു റൊമാൻറ്റിക് സൈഡ് മാത്രമാണ് അതിൽ കാണിച്ചേക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, ഈ അതിലൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ഈ പട്ടാളക്കാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നൊരു പാട്ടൊക്കെ, ഏകദേശം ബാജിറാവോയുടെ സ്വഭാവം അതായിരുന്നു. കാരണം ഒരു ഭരണാധികാരി എന്നതിലുപരി ബാജിറാവോ ഒരു പടയാളിയായിരുന്നു, ഒരു പടനായകനായിരുന്നു. ഉള്ളുകൊണ്ടൊരു പോരാളിയുടെ മനസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ബാജിറാവോ എപ്പോഴും തൻ്റെ സൈനികരുടെ കൂടെയായിരുന്നു. ഓരോ നിമിഷവും തൻ്റെ സൈന്യത്തിനെ സജ്ജമാക്കിയും ശക്തമാക്കിയും കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ബാജിറാവോയ്ക്കുണ്ടായിരുന്നു. തൻ്റെ പടയാളികളുടെ കൂടെ ഭക്ഷണം കഴിക്കുക, പടയാളികൾ ഉറങ്ങുന്ന സ്ഥലത്ത് ഉറങ്ങുക, അതുപോലെ തന്നെ യുദ്ധത്തിൽ പടയാളികളെ ആദ്യം വിട്ടിട്ട് പിന്നാലെ പോകുന്ന പരിപാടിയില്ലായിരുന്നു ബാജിറാവോയ്ക്ക്. പടയുടെ മുന്നിൽ പടത്തലവൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ബാജിറാവോ ചെയ്തിരുന്നത് തൻ്റെ സൈനികരുമായിട്ടുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാനായിരുന്നു. അത് ഏറെക്കുറെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ഈ പടയാളികൾക്ക് എല്ലാവർക്കും ബാജിറാവോയോട് അത്രത്തോളം ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പേഷ്വ ബാജിറാവോയുടെ നേതൃത്വത്തിലാണ് മറാഠ സൈന്യത്തിലൊരു വലിയ മാറ്റം ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സമയം ബാജിറാവോയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നത് മുഴുവനും കുതിരപ്പടയാളികളായിരുന്നു. ഈ കുതിരപ്പടയാളികൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അസാമാന്യ വേഗത്തിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി പോരാടാനും കഴിയുന്ന ഈ ഒരു കുതിര സൈന്യം, ബാജിറാവോയുടെ ഈ ഒരു മറാഠ സൈന്യം, ആ സൈന്യം എന്ന് പറയുമ്പോൾ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കൊടുങ്കാറ്റ് പോലെയായി മാറിയായിരുന്നു ആ സമയത്ത്. പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ബാജിറാവോയുടെ നേതൃത്വത്തിലുള്ള കുതിരപ്പടയാളികൾക്ക്, ആ കുതിരകൾക്ക് കനം കുറഞ്ഞ ചട്ടയായിരുന്നു ഇട്ടുകൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇവരൊരുപാട് ബാഗേജുകൾ കൂടെ കൊണ്ട് നടക്കത്തില്ല. ഈ ഒരു കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മിന്നൽ വേഗത്തിലായിരുന്നു ബാജിറാവോയുടെ സൈന്യം സഞ്ചരിച്ചിരുന്നത്. അതുപോലെ തന്നെ ആ വേഗതയുള്ളത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഇവർക്ക് പോരാടാനും കഴിയുമായിരുന്നു. എതിർപക്ഷത്തിലുള്ള ആളുകളെപ്പോലെ ഭാരം കൂടിയ ആയുധങ്ങളും പടക്കോപ്പുകളുമായിട്ട് വരുന്ന സമയത്ത് ബാജിറാവോ മിന്നൽ വേഗത്തിൽ തൻ്റെ സൈന്യവുമായിട്ട് സഞ്ചരിച്ച് ഒരുപാട് യുദ്ധങ്ങൾ ജയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ബാജിറാവോയ്ക്ക് കീഴിലുള്ള ഈ ഒരു സൈന്യം, ഈ ഒരു കുതിര സൈന്യം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്താ പറയുക, ഒരു കൊടുങ്കാറ്റ് പോലെ, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കൊടുങ്കാറ്റ് പോലെയൊക്കെ ആയിട്ട് ആളുകൾ കാണുമായിരുന്നു. അങ്ങനെ ബാജിറാവോയുടെ പേര് വളരെ പ്രശസ്തമായി തുടങ്ങി ചുരുങ്ങിയ കാലയളവ് കൊണ്ട്. കാരണം
ഒരു ഭരണാധികാരി എന്നതിലുപരി ഒരു പടയാളിയായിരുന്നു, പടനായകനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മെജോറിറ്റി ടൈമും പുള്ളിക്കാരൻ പോരാട്ടത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബാജിറാവോയുടെ പേര് വളരെ പ്രശസ്തമായി എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, വ്യക്തമായി പറയുകയാണെങ്കിൽ 1719 മുഗൾസിൻ്റെ ക്ഷണത്തെ മാനിച്ച് മറാഠാസ് ഡൽഹിയിലേക്ക് പോവുകയുണ്ടായി. 15,000 പടയാളികളുമായിട്ടാണ് മറാഠാസ് ഡൽഹിയിലോട്ട് പോയത്. അപ്പോൾ ക്ഷണിച്ചിട്ടാണല്ലോ അവർ വന്നത്. പക്ഷേ ഇവരവിടെ എത്തിയ സമയത്ത് മുഗൾസ് ഇവരെ കയറി ആക്രമിച്ചു. ആ ഒരു ആക്രമണത്തിൽ ഏകദേശം 2000-ഓളം മറാഠ സൈനികർ വധിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ദേഷ്യം മറാഠാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മുഗൾസിൻ്റെ ഈ ഒരു വഞ്ചനയ്ക്ക് പ്രതികാരം വീട്ടുവാനായി, വ്യക്തമായി പറയുകയാണെങ്കിൽ 1737 ബാജിറാവോ തൻ്റെ ഭീകരമായ കുതിരസൈന്യവുമായിട്ട് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഈ ഒരു പടയോട്ടത്തിൽ ബാജിറാവോ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു: ഒരു കാരണവശാലും ഡൽഹിക്കുള്ളിൽ വെച്ച് ഇവരുമായിട്ട് യുദ്ധം ചെയ്യരുത്, അത് ബുദ്ധിയല്ല, അതിവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്ത്രപരമായി തന്നെ ഇതിനെ നേരിടണം എന്ന ചിന്ത ബാജിറാവോയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു അത്ഭുതമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വാർത്ത ഡൽഹിയിൽ അറിഞ്ഞു. അന്ന് മുഗൾസിനെ അത്ഭുതപ്പെടുത്തുന്നത് പോലത്തെ ആ വാർത്ത എന്തായിരുന്നെന്നറിയോ? ഒരു ദിവസം 40 കിലോമീറ്ററോളം ബാജിറാവോ തൻ്റെ കുതിരസൈന്യവുമായിട്ട് വന്നു. ഇങ്ങനെ പറയുന്ന ഒരു ദിവസം 40 കിലോമീറ്റർ സഞ്ചരിച്ചു വന്നു ഈ കുതിരസൈന്യമായിട്ട്. ഇങ്ങനെ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ, ബാജിറാവോയുടെ കുതിരസൈന്യത്തിൽ ഭാരമില്ല, ഭാരമുള്ള വസ്തുക്കൾ കുറവാണ്. ഇവർക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമേ ഇവർ കൊണ്ടുപോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ മിന്നൽ വേഗത്തിൽ ബാജിറാവോയുടെ കുതിരസൈന്യവുമായിട്ട് ബാജിറാവോ 40 കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്തു. അങ്ങനെ 9 ഏപ്രിൽ 1737 ബാജിറാവോ തൽക്കട്ടോറ എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു, തമ്പടിച്ചു. ചെങ്കോട്ടയിൽ നിന്ന് നോക്കുന്നവർക്ക് അവിടെ തൽക്കട്ടോറ ഭാഗത്ത് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ തീയാളി കത്തുന്നത് മറ്റൊന്നുമല്ല, ബാജിറാവോയുടെ ഭീകരമായിട്ടുള്ള ആ സേന അവിടെ തമ്പടിക്കുന്നതും അവിടെ രാത്രി അവരുടെ പട്ടാള ക്യാമ്പിൽ കത്തിച്ച തീയുമാണ് അവർ കണ്ടത്. അപ്പം ഇത് കണ്ട ഉടനെ തന്നെ മുഗൾ ഭരണാധികാരി ഒരു ചാരനെ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ നോക്കിയും കണ്ടു അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ചാരൻ രഹസ്യമായിട്ട് പോയി ബാജിറാവോയും സംഘത്തെയും കണ്ടിട്ട് വന്നു. മുഗൾ രാജാവെന്ന് പറയുമ്പോൾ ഇവിടെ ഔറംഗസേബ് അല്ല കേട്ടോ, ഇവിടെ മുഗൾ ചക്രവർത്തിയായിരിക്കുന്നത് മുഹമ്മദ് ഷായാണ്. അപ്പോൾ മുഹമ്മദ് ഷായോട് വന്നിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം, ഒരു അത്ഭുതത്തോടു കൂടിയായിരുന്നു ഈ ചാരൻ മുഹമ്മദ് ഷായോട് പറഞ്ഞത്. അവർ വല്ലാത്ത ആളുകളാണ്. കാരണം അവർ രാത്രി കഴിച്ച ഭക്ഷണം കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഡ്രൈ ആയിട്ടുള്ള റൊട്ടിയും ബാക്രി എന്ന് പറയുന്ന ഡ്രൈ ആയിട്ടുള്ള റൊട്ടിയും അതിൻ്റെ കൂടെ മുളകും കൂടെ ചേർത്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബാജിറാവോ ഉൾപ്പെടെ അതാ കഴിച്ചതെന്ന്. അപ്പോൾ ഇവരുടെ ആ ഒരു എന്താ പറയുക, എരിവുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്, അതുപോലും അവർക്കൊരിതില്ല. അവരുടെ ആ ഒരു വീരതയാണ് അവരാ കാണിച്ചതെന്നുള്ള രീതിക്ക് ഇവിടെ സംസാരിച്ചു. അങ്ങനെ ബാജിറാവോയെ സംഘത്തെ നേരിടാനായിട്ട് മുഗൾസ് തയ്യാറെടുത്ത് തുടങ്ങിയപ്പോൾ മറാഠാസുമായിട്ട് പോരാടി എക്സ്പീരിയൻസ് ഉള്ള, പരിചയസമ്പന്നരായിട്ടുള്ള മുഗൾ പടനായകന്മാർ മുഗൾ രാജാവായിട്ടുള്ള മുഹമ്മദ് ഷായോട് പറഞ്ഞു, അങ്ങ് ഡയറക്റ്റ് കയറി മറാഠാസുമായിട്ട് പോരാടേണ്ട കാര്യമില്ല, അങ്ങനെ പോരാടണ്ട, ഇവിടെ തന്നെ നിന്നുകൊള്ളുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും സൈന്യബലം കുറവായിട്ടൊന്നുമല്ല. ആ സമയത്ത് മുഗൾസിൻ്റെ ഒരു സ്റ്റാൻഡിങ് സൈന്യം എന്ന് പറയുമ്പോൾ ഒന്ന് മുഗൾസിൻ്റെ സൈന്യവും രജപുട്സിൻ്റെ സൈന്യവും കൂടെ ചേർത്തിട്ട് ഏകദേശം 12,000 കുതിരപ്പടയാളികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോക്ക് ഉപയോഗിക്കാൻ അറിയുന്ന 20,000 കാലാൾ പടയാളികളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡയറക്റ്റ് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള അങ്ങ് ഡയറക്റ്റ് പോയി ഇവരുമായിട്ട് പോരാടേണ്ട കാര്യമില്ല. കാരണം മറാഠാസ് എന്ന് പറയുമ്പോഴത്തേക്കും കർഷകരൊക്കെ ആയിരുന്ന ആളുകളാണ് പിന്നീട് പടയാളികളായത്. അവരൊന്നും അങ്ങനെ ഡയറക്റ്റ് പോയി പോരാടേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഒരു 2000 സൈനികരെയും അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും രാജാവിന് രക്ഷപ്പെടാനായിട്ട് ബോട്ടും തയ്യാറാക്കി ഇവർ നിർത്തിയിരുന്നു. ഈ സമയത്ത് ബാജിറാവോയെയും മറാഠ സൈന്യത്തിനെയും നേരിടാനായിട്ട് മുഗൾ പടനായകനായിട്ടുള്ള അമീർ ഖാനാണ് തയ്യാറായത്. അമീർ ഖാൻ തൻ്റെ സൈന്യത്തിനെയെല്ലാം വിളിച്ചുകൂട്ടി. മുഗൾ ട്രൂപ്പുകൾ ആക്രമണത്തിന് തയ്യാറായി. എന്നാൽ ഈ സമയത്ത് അമീർ ഖാൻ ചെയ്തതെന്തെന്ന് വെച്ചാൽ, കോട്ടയുടെ മുന്നിലേക്ക്, അതായത് ഇവർ തമ്പടിച്ചേക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് മറാഠാസ് തമ്പടിച്ചേക്കുന്ന തൽക്കട്ടോറ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തെ നോക്കിയുള്ള ദിശയിലുള്ള കോട്ടയുടെ ഫ്രണ്ടിൽ അമീർ ഖാൻ തൻ്റെ സേനയാണ് നിരത്തി. ഇവരുടെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് കടന്നു കയറി ആക്രമിക്കാൻ വരുന്ന ബാജിറാവോയും സംഘത്തിനെയും അവിടെയിട്ട് ആക്രമിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ബാജിറാവോ ഓൾറെഡി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഡൽഹിയിൽ ഇവരുടെ സ്ഥലത്ത് വെച്ചുള്ളൊരു യുദ്ധം
അത് ബുദ്ധിപൂർവമായിട്ടുള്ളൊരു നീക്കമല്ല എന്ന് അദ്ദേഹം നേരത്തെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമീർ ഖാൻ ഇതൊന്നും അറിഞ്ഞില്ല. 9 ഏപ്രിൽ 1737 നട്ടപ്പാതിരേക്കായിരുന്നു അമീർ ഖാൻ തൻ്റെ സൈന്യ സജ്ജീകരണം ചെയ്തത്. സൈന്യ സജ്ജീകരണം എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, കോട്ടയുടെ മുന്നിൽ ഒരു പ്രതിരോധിക്കുന്ന രീതിക്ക് ഒരു ഡിഫെൻസീവ് പൊസിഷനിൽ തൻ്റെ സൈന്യത്തിനെ നിർത്തി. ആ സൈന്യങ്ങൾക്ക് ഓരോ ഇടങ്ങളിലായിട്ട് തോക്ക് ഉപയോഗിക്കാൻ അറിയുന്ന പടയാളികളും ഉണ്ടായിരുന്നു, അതുപോലെ പീരങ്കികളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വരുന്ന മറാഠകളെ ഈ റേഞ്ചിലെത്തുന്ന സമയം മുതൽ അങ്ങോട്ടങ്ങ് ആക്രമിച്ച് തുടങ്ങാം എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഡിഫെൻസീവ് പൊസിഷനിൽ അമീർ ഖാൻ അവിടെ നിന്നത്. പക്ഷേ സംഭവം എന്താണ്? പാതിരാത്രി കഴിഞ്ഞു, നേരം വെളുത്തു, ആരെയും കാണുന്നില്ല. ബുദ്ധിമാനായിട്ടുള്ള ബാജിറാവു രാത്രിക്ക് രാത്രി തന്നെ തൻ്റെ സൈന്യവുമായിട്ട് വടക്കോട്ട് കയറി ആക്രമിക്കുന്നതിന് പകരം തെക്കോട്ടിറങ്ങി. അതായത് ബാജിറാവുയുടെ ഐഡിയ എന്തായിരുന്നു? ഒരിക്കലും ഡൽഹിയിൽ പോയി അവിടെ വെച്ചൊരു ഒരു തെരുവ് യുദ്ധം ഉണ്ടാവാൻ പാടില്ല. അതിന് പകരം ബാജിറാവു അവിടെ എത്തിയിട്ടുണ്ട് എന്നിവരെ മനസ്സിലാക്കിയിട്ട് ബാജിറാവു പിന്നോട്ടിറങ്ങുമ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ തനിക്ക് തന്ത്രപ്രധാനമായി ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലത്ത് എത്തുമെന്നും അവിടെ എത്തി ഇവരെ തീർക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു ബാജിറാവുയ്ക്ക് ഉണ്ടായിരുന്നത്. അത് ഏകദേശം വർക്കായി തുടങ്ങുകയും ചെയ്തു. കാരണം ഈ ഒരു സൈന്യത്തിലുണ്ടായിരുന്ന മറ്റൊരു പടനായകൻ മിർ ഹസൻ, ഈ മിർ ഹസൻ ഖാൻ എന്ന് പറയുന്ന പടനായകന് ഈ മുതിർന്ന ആളുകളെല്ലാം കാണിക്കുന്നത് പേടിത്തൊണ്ടന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. എന്തിന് അവനെ പേടിച്ച് ഇവിടെ നിൽക്കുന്നു? നമ്മളങ്ങനെ നിൽക്കേണ്ട ആളുകളല്ല, കയറി അടിക്കേണ്ട ആളുകളല്ലേ, എന്തിനാണ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ഇത് ഭീരുത്വമാണെന്നും പറഞ്ഞ് 2000 കുതിരപ്പടയാളികളുമായിട്ട് വീരവാദങ്ങളും മുഴക്കി തൻ്റെ സൈന്യവുമായിട്ട് മിർ ഖാൻ നേരെ ഡയറക്റ്റ് അങ്ങോട്ട് ബാജിറാവയെ കയറി ആക്രമിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ബാജിറാവയും സംഘത്തിനെയും പൂർണ്ണമായും നശിപ്പിക്കണം എന്ന ചിന്തയോടുകൂടിയും മുതിർന്ന മുഗൾ പടനായകന്മാരെയെല്ലാം അവർക്കൊക്കെ പേടിത്തൊണ്ടന്മാരാണ് എന്ന ചിന്തയോടുകൂടിയും മിർ ഹസൻ ഖാൻ തൻ്റെ പടയുമായിട്ട് ബാജിറാവയെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയം ബാജിറാവു എന്താ ചെയ്തതെന്നറിയോ? വീണ്ടും തൻ്റെ പടയുമായിട്ട് പിന്നോട്ടേക്ക് പോയി. അവൻ വരട്ടെ, അവനെ നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞ് ബുദ്ധിമാനായ ബാജിറാവു തൻ്റെ സൈന്യവുമായിട്ട് പിന്നോട്ടേക്ക് പോയി. ഇതെന്തിനാണ് അദ്ദേഹം ചെയ്തതെന്നറിയോ? ഇദ്ദേഹം യുദ്ധം ചെയ്യാനായിട്ട് കണ്ടുവച്ചേക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം തുറസായിട്ടുള്ളൊരു പ്രദേശമാണ്. മാത്രമല്ല, എത്രത്തോളം ഇവരെ ആ കോട്ടയിൽ നിന്ന് കൂടുതൽ ദൂരോട്ടേക്ക് ആക്കാൻ പറ്റുമോ അത്രത്തോളം യുദ്ധം നടക്കുന്ന സമയത്ത് മുഗൾ സൈന്യത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് എത്താൻ താമസിക്കും. അത് ബാജിറാവോയ്ക്ക് ഈ ഒരു യുദ്ധത്തിലൊരു അപ്പർ ഹാൻഡ് കൊടുക്കും. ഏകദേശം ബാജിറാവയുടെ ആ ഒരു തന്ത്രത്തിന് ഇരയാവുകയായിരുന്നു മിർ ഹസൻ ഖാൻ. അത് മിർ ഹസൻ ഖാന് മനസ്സിലാവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് കാര്യം കത്തി, വന്ന് കയറിക്കൊടുത്തത് പണിയായിരുന്നു വാങ്ങാനാണ്. പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് മറാഠാസ് അസ്ത്രങ്ങൾ തൊടുത്തു. അടുത്ത നിമിഷം കുന്തവും വാളും ഊരിപ്പിടിച്ചുകൊണ്ട് നേരെ മുഗൾസിന് നേരെ ഇവർ ചാടി വീണൊരു ഗംഭീരമായിട്ടുള്ളൊരു ആക്രമണം കാഴ്ചവെച്ചു. അതായത് ഒഫൻസീവായിട്ടുള്ളൊരു കടന്നു കയറിയ ആക്രമണം. ഈ ഒരു ആക്രമണത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് മുഗൾസിൻ്റെ പരാജയം തന്നെയായിരുന്നു. പരാജയം എന്ന് പറയുമ്പോൾ ഏകദേശം 12ഓളം മുഗൾ തലവന്മാരാണ് അന്ന് അവിടെ വധിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഏകദേശം 600ഓളം പടയാളികൾ വധിക്കപ്പെട്ടു. അതുപോലെ ഈ ഒരു യുദ്ധത്തിൽ മുഗൾസ് തോറ്റൊഴിയപ്പോഴത്തേക്കും ആ സൈന്യത്തിൽ നിന്ന് ഏകദേശം 2000 കുതിരകളെയും 1 ആനയെയും അനേകം പടക്കോപ്പുകൾ എന്ന് പറയുമ്പോൾ തോക്കുകളും പീരങ്കികളും ബാജിറാവു പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതൊരു ഗംഭീരമായിട്ടുള്ളൊരു വിജയമായിരുന്നു. ശേഷം ബാജിറാവുയുടെ പടയോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഗുജറാത്തിൽ നല്ലൊരു ഭാഗം ബാജിറാവു പിടിച്ചടക്കി മറാഠ എംപയറിന് കീഴിൽ കൊണ്ടുവന്നു. പിന്നെ അധികം കടന്നു കയറി ആക്രമിക്കാൻ നിന്നില്ല. കാരണം ശിവാജിയുമായിട്ട് അവർക്ക് അത്യാവശ്യം നല്ലൊരു ടേംസ് മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ശിവാജിയുടെ അടുത്തുള്ള ബഹുമാനത്തിൻ്റെ പുറത്ത് അധികം അങ്ങോട്ട് ആക്രമണം നടത്തിയില്ല. പിന്നീട് മറ്റ് പല ദിശകളിലോട്ടും മാൽവ, ബുന്ദേൽഖണ്ഡ്, ഡൽഹിയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള പ്രവിശ്യകൾ അവിടെയെല്ലാം ബാജിറാവു 5 വർഷത്തിൽ തുടരെ ആക്രമിക്കുകയും ചെയ്തു. അവിടെയെല്ലാം മറാഠാസിൻ്റെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് കപ്പം കളക്ട് ചെയ്യുന്ന രീതിക്ക് അവരുടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയണം. ഈ പടയോട്ടങ്ങൾക്കും ബാജിറാവുയുടെ ഈ ഒരു പോരാട്ടത്തിനുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചരിത്രത്തിൽ വരെ വളരെ പ്രാധാന്യമുള്ള ഒരു പടയോട്ടമായിരുന്നു. കാരണം AD 600കളിൽ ചാലൂക്യ രാജാവായിട്ടുള്ള പുലികേശിക്ക് ശേഷം സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് ഇങ്ങനെ ഒരു പടയോട്ടം നടത്തിയത് ബാജിറാവു ആയിരുന്നു. ഇത്രയും ഗംഭീരമായിട്ടുള്ള വിജയകരമായിട്ടുള്ളൊരു പടയോട്ടം പുലികേശിക്ക് ശേഷം പിന്നീട് ബാജിറാവുവാണ് നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ബാജിറാവുയുടെ ഈ ഒരു യുദ്ധമുറ
ഈ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരപ്പടയാളികളെ കൊണ്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു പോരാട്ട രീതി അത് മറാഠാസിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. പിൽക്കാലങ്ങളിൽ ഇവരുടെ ഈ ഒരു സൈന്യത്തിന് ഏറ്റവും ഇൻസ്പിറേഷൻ ആയതും ഭാരതത്തിൽ നടന്നിട്ടുള്ള പല പോരാട്ടങ്ങളിൽ ഇൻസ്പിറേഷണൽ ആയതും ബാജിറാവോയുടെ ഈ ഒരു പോരാട്ട രീതിയാണ്. അതിലേറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രണ്ട് പോരാട്ടങ്ങളെന്ന് പറയുമ്പോൾ 1804, 1805 കാലഘട്ടങ്ങളിൽ യശ്വന്ത് ഹോൾക്കർ ബ്രിട്ടീഷുകാരുമായിട്ട് നടത്തിയ യുദ്ധങ്ങളിലും അതുപോലെ 1857, 58 കാലഘട്ടങ്ങളിൽ ദാന്തിയ തോപ്പെ ബ്രിട്ടീഷുകാരുമായിട്ട് നടത്തിയ പോരാട്ടത്തിലും ബാജിറാവോയുടെ ഈ യുദ്ധമുറ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മനസ്സുകൊണ്ട് എപ്പോഴും ഒരു യോദ്ധാവായിരുന്നത് കൊണ്ട് തന്നെ ബാജിറാവോയുടെ ബുദ്ധി എന്ന് പറയുന്നത്, യുദ്ധതന്ത്രം എന്ന് പറയുന്നത് അത് അസാമാന്യമായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. ഇവിടെയെല്ലാം ബാജിറാവോയ്ക്ക് ഉപയോഗമായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബാജിറാവോയുടെ ബുദ്ധി, മറ്റൊന്ന് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തൻ്റെ കുതിര സൈന്യം. ഇങ്ങനെയാണ് പറയുന്നത് ഛത്രപതി ശിവാജിക്ക് ശേഷം കുതിരപ്പടയാളികളെ വെച്ച് ഇത്രയും വിജയം നേടിയ ഒരാൾ ബാജിറാവു ആണെന്ന്. പിന്നെ അത് മാത്രമല്ല, ബാജിറാവുയുടെ വിജയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഏകദേശം 20 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു. അതിൽ 40ഓളം യുദ്ധങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ആ 40 യുദ്ധങ്ങളിൽ ഒന്നിൽ പോലും ബാജിറാവു തോറ്റിട്ടില്ല എന്നുള്ളത് മറ്റൊരു അത്ഭുതമാണ്. സിനിമ എടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ലവ് സ്റ്റോറി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ചില നേട്ടങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് 40ഓളം യുദ്ധങ്ങളിൽ പോരാടിയിട്ടുണ്ട്, ഒന്നിൽ പോലും തോറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പോരാടിയ ഒരു വീരനായിരുന്നു ബാജിറാവോ. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ മരണമെന്ന് പറയുമ്പോഴത്തേക്കും അത് അസുഖം വന്ന് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. 28 ഏപ്രിൽ 1740 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഈ ഒരു മരണത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. ഈ മരിക്കുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളോടുകൂടിയായിരുന്നു ബാജിറാവോ മരണപ്പെട്ടത്. കാരണം തുടരെയുള്ള ഈ ഒരു ആക്രമണത്തിൽ, ഈ ആക്രമണം, യുദ്ധം, പടയോട്ടം എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ചിലവും വരും. ആ ചിലവ് കാരണം സാമ്പത്തികമായി പല ബുദ്ധിമുട്ടോടു കൂടിയാണ് പേഷ്വ ബാജിറാവു മരണപ്പെട്ടതെന്നും പറയുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരുന്ന അത്ര സമയവും ധീരനായിട്ടുള്ള ഒരു യോദ്ധാവ് തന്നെയായിരുന്നു ബാജിറാവു. 20 വയസ്സിൽ തൻ്റെ അച്ഛൻ്റെ പദവി അലങ്കരിച്ച മനുഷ്യൻ അതിനെ എത്തിക്കാവുന്നതിൻ്റെ പരമോന്നത പദത്തിലെത്തിച്ച് ഒരു വീരനായി തന്നെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്നാണ്. പിന്നീട് പല തവണയും മറാഠാസ് ഒരു പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ബാജിറാവുയുടെ ഈ ഒരു യുദ്ധമുറ അവർ പല സമയങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഫലവത്തായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ബാജിറാവോ എന്ന വീരനായ യോദ്ധാവിനെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളെന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മാന്ത്രിക സിനിമയായിട്ടുള്ള ശ്രീകൃഷ്ണ പരുന്തിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ സിനിമ ഒന്നുകൂടെ കണ്ടുകൊള്ളുക കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ പരുന്തിനെ കുറിച്ചായിരിക്കും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ